ഇപ്പം മണി 4:15. മാണിക്കൻ അങ്ങോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ജന്മദിനം വരുമെന്ന് തീരെ പ്രതീക്ഷ ഉള്ളതൊന്നുമല്ല. എന്നാലും ചിലപ്പം ജന്മദിനത്തിൽ നിന്ന് സാധ്യത ഉണ്ടെന്ന് കരുതുക. വരാൻ സാധ്യതയുള്ള 3-4 ആൻസർ മാത്രം പറയും വളരെ വേഗത്തിൽ. അതിനാദ്യം പരിചയപ്പെടേണ്ട ജന്മദിനത്തിൽ 3 കഥാപാത്രങ്ങളെയാണ്. അതിൽ ഒരാൾ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ നമ്മുടെ കഥാനായകനോടൊപ്പം താമസിക്കുന്ന ഒരു ബിൽഡിംഗ് താമസിക്കുന്ന വിദ്യാർത്ഥിയായൊരു സ്വർണ്ണ കണ്ണടക്കാരനാണ്. സ്വർണ്ണ കണ്ണടക്കാരൻ, പേരൊന്നുമില്ല. കഥാകാരൻ്റെ താമസ സ്ഥലത്ത് അടുത്താണ് സ്വർണ്ണ കണ്ണടക്കാരൻ. വിദ്യാർത്ഥിയാണ്. അയാൾക്ക് ബാധിച്ച രോഗത്തിന് വലിയൊരു പണച്ചെലവ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന് ശമനമില്ല. ഇതേ തുടർന്ന് അയാൾ നമ്മുടെ കഥാകാരൻ അയാൾക്ക് വളരെ ചെറിയ 4 കൊണ്ട് അങ്ങോട്ട് ചെറിയ ടെക്നിക്കിലൊരു മരുന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അയാളുടെ അസുഖം മാറുകയുണ്ടായി. അങ്ങനെയാണ് അവർ വലിയ സുഹൃത്തുക്കളായി. അതിന് പ്രത്യുപകാരമായി സിനിമയ്ക്കൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഥാനായകൻ നേരിടുന്നത് ജന്മദിനം പ്രമാണിച്ച് പട്ടിണിയും പരിവട്ടമാണ്. ഒരു രൂപയ്ക്ക് ഗതിയില്ല, ഒരു ചായയ്ക്ക് ഗതിയില്ല. ആ ഘട്ടത്തിൽ നിന്ന് ഇയാളെ ചെന്ന് കണ്ട് എന്തെങ്കിലും ചില്ലറ വല്ല ഒപ്പിക്കാൻ പറ്റുന്ന ഒപ്പിക്കാമെന്നുള്ള ഒരു പദ്ധതിയോടുകൂടിയാണ് അയാൾ പേര് മുതൽ സ്വർണ്ണ കണ്ണടക്കാരൻ വിദ്യാർത്ഥിയെ കാണാൻ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് കഷ്ടകാലത്ത് ഇവിടെ സാഹിത്യ സംബന്ധമായ ചർച്ച നടക്കുകയാണ്. വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ പാസേജ് തന്നെ പ്രാധാന്യം തന്നെ. എന്താണ് ആ സാഹിത്യ സംവാദം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ നല്ല എഴുത്തുകാരില്ല, നല്ല കഥകളില്ല, നല്ല കൃതികളില്ല എന്ന നിലപാടാണ് കന്നഡക്കാരൻ. എന്നാൽ സാഹിത്യകാരനായ നമ്മുടെ കഥാനായകൻ അതിനോട് യോജിക്കുന്നില്ല. നല്ല മലയാളത്തിൽ നല്ല കഥകളുണ്ട്, നോവലുകളുണ്ട്, നല്ല സൃഷ്ടികളുണ്ട്, ലോകത്തെ വെല്ലുന്ന ഉത്തമ കഥാകാരന്മാരും കലാകാരന്മാരും നമുക്കുണ്ട് എന്ന വാദം കഥാനായകൻ സ്വീകരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത്, മറുപടിയായി കണ്ണാടി പറഞ്ഞത്, അപ്പോൾ ദാരിദ്ര്യമല്ലാതെ ഇവിടെ ഒരു പുതിയ വിഷയമൊന്നും പുതിയ തലമുറയ്ക്ക് പറയാനില്ലെന്നും നിങ്ങളുടെ കഥകളൊക്കെ വായിച്ചാൽ ലോകത്തിനെന്തോ അപകടം സംഭവിച്ചെന്ന് തോന്നുമെന്നുള്ള പരിഹാസമാണ് കണ്ണാടിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കഥാകാരൻ്റെ മറുപടി, അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം സമ്പാദിച്ച് തിന്നു മുടിച്ച് സകല ദുശീലങ്ങളിലും പെട്ട് മാരക രോഗങ്ങൾ ഇരന്നു വാങ്ങുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. അപ്പം പിന്നീട് അവർ വലിയ ബുദ്ധിജീവികളായി വരുന്നു, നമ്മുടെ മുന്നിലേക്ക് തന്നെ വരുന്നു, രാഷ്ട്രീയ നായകരായി വരുന്നു, ഭരണകർത്താക്കളായി വരുന്നു. അപ്പം അത്തരം ഒരു കഥ പറയുന്ന പശ്ചാത്തലത്തിൽ ദാരിദ്ര്യമൊക്കെ ഒരു ഘടകമായി വരാമെന്ന മറുപടിയിലൂടെ അയാൾ ഒതുക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം, അവർ തമ്മിൽ നടന്ന സാഹിത്യ സംവാദം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നിങ്ങളുടെ കഥകൾ വായിച്ചാൽ ലോകത്തിനെന്തോ സംഭവിച്ചെന്ന് തോന്നും തുടങ്ങിയ പരാമർശം ആരുടേതാണ്? കണ്ണാടിക്കാരൻ്റേതാണ്. അയാളെ കാണാൻ പോയത്. ഇനിയിപ്പം അടുത്തായിട്ടുള്ള ഉച്ചഭക്ഷണത്തിന് അങ്ങനെ ആണല്ലോ ഇയാൾ അവിടെ ചെല്ലുന്നത്. പിന്നെ എന്ത് ചെയ്തു? ആവശ്യം അറിയിക്കണമല്ലോ. ഒരു പേപ്പർ എടുത്തിട്ട് അയാൾ എന്തോ കുത്തിക്കുറിച്ചു. നമ്മുടെ കഥാനായകൻ എന്തോ കുത്തിക്കുറിക്കുന്നുണ്ട്. അപ്പം കണ്ണാടി ചോദിച്ച് എന്തോ വല്ല കഥയുടെയും പ്ലോട്ട് തയ്യാറാക്കണമെന്ന് ചോദിക്കാനുണ്ടാവുന്നു. അയാൾ ആ തുണ്ട് കൈമാറിയപ്പോൾ എന്താ, പണം കാശ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കുറിപ്പാണ്. അപ്പോൾ അയാൾ പറഞ്ഞു നോ ചേഞ്ചസ് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ചില്ലറയൊന്നുമില്ല. ചോദ്യം ഇതാണ്, അത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂട് ആവിയായി പൊന്തി. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂട് ആവിയായി പൊന്തി. ഇതേതാണ് സീന്? കണ്ണാടിക്കാരൻ്റെ വീട്ടിൽ സാഹിത്യ സംവാദത്തിനൊടുവിൽ പണം ആവശ്യപ്പെടുമ്പോൾ ഒരു കുറിപ്പിലൂടെ മറുപടി കിട്ടിയത്. ഓക്കെ ആണല്ലോ, റൈറ്റ്. ഇനി അതേപോലെ സുപ്രധാന കഥാപാത്രം സാഹിത്യകാരൻ പി. ഇയാൾക്കും ഫുൾ നെയിമൊന്നുമില്ല, പി എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ പത്രാധിപരും കച്ചവടക്കാരനും ഒക്കെയാണ്. ഇയാൾ ഈ സാഹിത്യകാരൻ, പത്രാധിപരും സാഹിത്യകാരനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ദരിദ്രരാണ് എഴുത്തുകാർ. കഥാനായകൻ്റെ കയ്യിൽ നിന്ന് കഥകളും സൃഷ്ടികളും ഒക്കെ വാങ്ങിച്ചിട്ട് പണം കൊടുത്ത് വാങ്ങിയിട്ട് അയാളുടെ പേരിൽ അയാൾ അച്ചടിച്ചിട്ട് ഒരു ചുളിവിൽ ഒരു സാഹിത്യകാരനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് മാത്രമല്ല, അതെടുത്ത് പ്രിൻ്റ് ചെയ്ത് സ്വീകരണ മുറിയിൽ വയ്ക്കും. ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ വലിയ എഴുത്തുകാരൻ്റെ വീടായി മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇത് ഒന്നുകൂടെ പറഞ്ഞാൽ, സാഹിത്യകാരൻ പി, മറ്റേത് കണ്ണാടിക്കാരൻ. ഓർക്കണം, അയാൾ പത്രാധിപരാണ്, കച്ചവടക്കാരൻ. അയാൾ സാഹിത്യകാരനാകുന്നത് ഇയാളുടെ നിന്ന് കഥകളും ലേഖനം കൃതികളും മേടിച്ച് വില കൊടുത്ത് വാങ്ങി സ്വന്തം പേരിൽ അച്ചടിച്ച് ഇങ്ങനെ ഷൈൻ ചെയ്തു പോകുന്നത്. ഇയാൾ ജന്മദിനത്തിൻ്റെ അന്ന് നേരം വെളുത്ത് 10 പൈസയ്ക്ക് ഗതിയില്ല, ചായയ്ക്ക് ഗതിയില്ല. അപ്പോൾ അവിടെ പോകുന്ന ഒരു ചായയ്ക്ക് വഴി ഉണ്ടാകുമെന്ന് ആലോചിച്ച് അവിടെ ചെല്ലുമ്പോൾ അയാളെ പെട്ടിയുടെ അടുത്തിരിക്കുന്നു. ഇയാളെ കണ്ട ക്ഷണത്തിൽ ജോലിക്കാരനെ വിളിച്ചിട്ട് ചായയ്ക്ക് ഓർഡർ ചെയ്യുന്നു. സമാധാനം, എൻ്റെ ഹൃദയം തണുത്തു, എത്ര നല്ല മനുഷ്യനെന്ന് അയാൾ വിചാരിച്ചു. അടുത്ത ക്ഷണത്തിൽ ചായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, ഒരു ചായയേ വന്നുള്ളൂ, വന്നിട്ട് കഥാകാരനോട് നിങ്ങൾ ചായ കുടിച്ചാണോ എന്ന് ചോദിച്ചാൽ അയാൾ എടുത്താൽ കുടിച്ചാണ്. അതോടെ ആ മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പം തോന്നും. ചോദ്യം ഇതാണ്, എൻ്റെ ഹൃദയം തണുത്തു, എത്ര നല്ല മനുഷ്യൻ, അങ്ങനെ വിചാരിച്ച സന്ദർഭകത. അതിന് ആ ചായയുടെ വെടിയും തീർന്നു. 3ാമത്തെ കഥാപാത്രം സഖാവ് ഗംഗാധരൻ. അതും പ്രധാനപ്പെട്ടതാണ്. അയാളുടെ ലുക്ക് പറയുന്നുണ്ട്. വെള്ള കതർമുണ്ട്, വെള്ള ജുബ്ബ, കഴുത്തിൽ നീല നിറത്തിൽ ഒരു ഷാള്, കറുത്ത് നീണ്ടിരുണ്ട മുഖം, കാര്യഗൗരവമുള്ള നോട്ടം, കണ്ടപ്പോഴേ അമ്പടാ നീ വലിയ ബൂർഷായിപ്പോയല്ലോ എന്ന നർമ്മം നിറഞ്ഞ പരിഹാസവുമായാണ് വരവ്. അപ്പോൾ നമ്മുടെ കഥാനായകൻ ജന്മദിനം പ്രമാണിച്ച് കിട്ടാവുന്ന കൊള്ളാവുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രസ് കോഡിലാണ് നടക്കുന്നത്. അത് കണ്ടപ്പോൾ മറ്റേ കൂട്ടുകക്ഷി ചോദിക്കുന്നു, നീ എന്തുകൂടെ വലിയ ബൂർഷായി പോയല്ലോ എന്ന് ചോദിച്ചാണ് സമീപിക്കുന്നത്.
അയാളൊരു പൊളിറ്റീഷ്യനാണെന്ന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് നമ്മൾ. അയാൾ വന്ന ഉടനെ വന്ന് തൊഴിലാളികൾ പട്ടിണിയിലാണ്, അവർ സമരമുഖത്താണ്, അവിടെ നടക്കുന്ന ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പോകാൻ ഇയാൾക്കൊരാണ് വേണം. ഇവിടെ ഒരു ഗതിയും മരഗതിയും ഇല്ലാതിരിക്കുകയാണ് കഥാകാരൻ. ഇയാളെ വന്ന് കണ്ടിന്യൂ ഇവിടുന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്നെങ്കിൽ വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടും. കഥാകാരൻ അയാളെ നോക്കി ചിരിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ അയാൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് ഇതുപോലെ വാടക ഐറ്റങ്ങളാണ്, പലരുടെ നിന്ന് മേടിച്ചതൊക്കെ സെറ്റ് ചെയ്താണ് ഈ പബ്ലിക് മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങി. അതുകൊണ്ട് കഥാകാരന് ഒരു ചിരി തോന്നുകയുണ്ടായി. പോകാൻ നേരത്ത് അവർ തമ്മിൽ സംസാരിച്ചെന്തായിരിക്കും, സഖാവ് ഗംഗാധരൻ പറഞ്ഞത് തൊഴിലാളികൾ പണിമുടക്ക് ലോകത്തിൻ്റെ അവസ്ഥാഗതി എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടുണ്ടാവും. കഥാകാരൻ അറിയാവുന്ന വിഷയം രാഷ്ട്രീയം സാഹിത്യവും അത് സംബന്ധമായ കാര്യം, ജീവിതം, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങൾ അയാളും പറഞ്ഞു. രണ്ടുപേരും അത്രയും ചർച്ച ചെയ്തു. പിന്നീട് പോകാൻ നേരത്ത് പിന്നെ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, പബ്ലിക് മീറ്റിങ്ങിൽ വായിക്കാൻ ഒരു സന്ദേശം നിൻ്റേതായി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓർക്കണം, ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇവരുടെ കണ്ടുമുട്ടലിൽ ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ആ വിപ്ലവ സന്ദേശം എന്താണെന്നാണ്. അതിങ്ങനെയാണ്: വിപ്ലവത്തിൻ്റെ അഗ്നിജ്വാലകൾ ആളിപ്പടരട്ടെ, ഇന്നത്തെ സമുദായ ഘടന കത്തി ദഹിച്ചു പോകട്ടെ, സുഖസമ്പൂർണവും സമത്വസുന്ദരവുമായ ലോകം ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി പറയാം: വിപ്ലവത്തിൻ്റെ അഗ്നിജ്വാലകൾ ആളിപ്പടരട്ടെ, ഇന്നത്തെ സമുദായ ഘടന കത്തി ദഹിച്ചു പോകട്ടെ, സുഖസമ്പൂർണവും സമത്വസുന്ദരവുമായ ഒരു ലോകം പിറക്കട്ടെ. ഇതാണ് ഗംഗാധരന് നൽകിയ കഥാകാരൻ നൽകിയ സന്ദേശം. നാലാമത്തെ കഥാപാത്രം വളരെ വേഗത്തിൽ, അതായത് ആ ദിവസത്തെ മുഴുവൻ, അപ്പം തന്നെ സമയം മണി 3:30 ആയിട്ടുണ്ട്, കഞ്ഞി കുടിക്കാൻ ഒരു ഗതിയും പരഗതിയില്ല, ഒരു ചായയ്ക്ക് ഗതിയില്ല. ആ സീസ കമ്പനിയാണ് കൂടെയുള്ളത്. അയാൾക്ക് ഹമീദ് ഉച്ചഭക്ഷണം നൽകാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അവിടെ തിരക്കുന്ന അയാൾ അവിടെയില്ല. അങ്ങനെ മൊത്തത്തിൽ കറങ്ങി അടിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചാരുകസേരയിൽ തളർന്നു കിടക്കുന്ന സമയത്ത് ബാങ്ക് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ മകനല്ല, വേലക്കാരൻ പയ്യൻ, ബാങ്ക് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ വേലക്കാരൻ പയ്യൻ ഒരു തീപ്പെട്ടിക്കമ്പ് മേടിക്കാൻ ഇവിടെ വന്ന. അവിടെ വന്നപ്പോഴത്തേക്ക് ഇയാൾ ചാവാറായ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പയ്യന് മനസ്സ് അവനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്ക്, ചെറിയ മുഖം, കറുത്ത കണ്ണുകൾ, ഉടുത്തിരിക്കുന്ന കരി പുരണ്ട തോർത്തുമായിരുന്നു അവൻ്റെ വേഷം. അവൻ വന്ന് ഈ ലുക്ക്, ഇതാണ് അവൻ്റെ ലുക്ക്. അപ്പോൾ അവനാ തീപ്പെട്ടിക്കമ്പം മേടിച്ച് പോകാൻ നേരത്തെ ചോദിച്ചു, സാർ എൻ്റെ കൈവശം 2 അണയുണ്ട്, ഞാൻ വീട്ടിൽ പോകുമ്പോൾ അങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കൊച്ചു മനസ്സിന് തോന്നിയ ഒരു ഇതാണ്, ആ കൊച്ചു മനസ്സിൽ തോന്നിയ ഒരു സഹായഹസ്തം. തീർച്ചയായും എൻ്റെ ഹൃദയം വിങ്ങി അല്ലാഹു എന്ന് അയാൾ വിളിച്ചു പോയി. ദൈവത്തെ വിളിച്ചു പോയി ഒരു മുഹൂർത്തം. കൊച്ചു കുഞ്ഞിന് തോന്നിയതാണ്, മനസ്സിലായാണ്. ആ മറ്റേ പലരെയും പോയി കണ്ടെന്ന് ഓർമ്മയാണ്. ആദ്യം കണ്ണാടിയെല്ലാം പോയതാണ്. പക്ഷേ ആ കൊച്ചു പയ്യന് അയാളുടെ ക്ഷീണാവസ്ഥയും പ്രയാസാവസ്ഥയും കണ്ടപ്പോൾ ഇങ്ങോട്ട് പറയുകയാണ്, എൻ്റെ കയ്യിൽ 2 അണയുണ്ട്, ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ സമയത്ത് ചോദ്യം ഇതാണ്, എൻ്റെ ഹൃദയം വിങ്ങി അല്ലാഹു എന്ന്. അപ്പോൾ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെയുള്ളത് മെതിയടി വിൽക്കാൻ വന്ന 2 ഘട്ടങ്ങളുണ്ട്. ഇത് മെതിയടി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് വിൽക്കാനായ 2 കുട്ടികൾ നമ്മുടെ കഥാനായകൻ്റെ വീട്ടിൽ ആദ്യം എത്തുന്നു. കഥാനായകൻ നല്ല വേഷത്തിൽ ഒരുങ്ങി ചമഞ്ഞിങ്ങനെ കിടക്കുക. ആ സമയത്ത് അവർ വന്നിട്ട് പറഞ്ഞ് 3 അണയാണ് മെതിയടി വാങ്ങണമെന്ന് നിർബന്ധം ചെലുത്തി. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ വർണ്ണനയും പറയുന്നുണ്ട്. പിന്നെ വെളുത്തു മെലിഞ്ഞ് 8-10 വയസ്സ് തോന്നിക്കുന്ന 2 ക്രിസ്ത്യാനി പയ്യന്മാർ. ഒന്നുകൂടെ, വെളുത്തു മെലിഞ്ഞ് 8-10 വയസ്സ് തോന്നിപ്പിക്കുന്ന 2 ക്രിസ്ത്യാനി പയ്യന്മാർ അവരുടെ മുറിവാതിക്കൽ വന്നു നിന്ന് 3 അണയുള്ള മെതിയടി വാങ്ങാൻ നിർബന്ധം ചെയ്തിട്ട് കഥാപാത്രം ഒരു ഗതി, ചായക്ക് ഗതി ഉണ്ടായിരുന്നു ഇവിടെ കിടക്കത്തില്ല, നേരത്തെ പോയാൽ ഒരു ഗതിയും പരഗതി ഇല്ലാതിരിക്കുന്ന അയാൾ പറഞ്ഞ് എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം അവർ അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചു കണ്ണുകൾ അയാളുടെ മുഖത്ത് തത്തി കളിച്ചു. വിശ്വാസം വരുന്നില്ല. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകൾക്ക് എന്താണ് അയാൾ പറഞ്ഞത്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എന്താ ലുക്ക്, മമ്മൂട്ടിയെ പോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പം പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളിലാണ് അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചു കണ്ണുകൾ സീൻ. ഇത് കഥാനായകനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി രണ്ടാമത് ഇതേ കുട്ടികളെ നമ്മൾ വീണ്ടും കാണുന്നത് സ്വർണ്ണ കണ്ണടക്കാരൻ്റെ, ഓർത്തണം അയാൾക്ക് പേരൊന്നുമില്ല, വിദ്യാർത്ഥിയായ സ്വർണ്ണ കണ്ണടക്കാരൻ്റെ വീട്ടിൽ കുട്ടികളെത്തുന്നു. അവിടെ ഇതുപോലെ പല സ്ഥലത്ത് പോയി അടിഞ്ഞു തിരിഞ്ഞ് വന്നിട്ട് 3 അണ പറഞ്ഞ് നിർബന്ധിക്കുന്നു. അയാൾ അവസാനം ഒടുവിൽ 2.5 അണ സമ്മതിക്കുന്നു. 2.5 അണ സമ്മതിച്ചിട്ട് ഇയാൾ 10 രൂപ എടുത്ത് കൊടുക്കുന്നു. ഇയാൾ നോട്ടേ ഉള്ളതെന്ന് പറഞ്ഞ് നമ്മുടെ കഥാകാരന് പറഞ്ഞു. ആ നോട്ട് എടുത്ത് കൊടുത്തു. കുട്ടികളുടെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കത് വിറ്റേ തീരുമായിരുന്നുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ചില്ലറയില്ലയുടെ എൻ്റെ 2 അണയുണ്ട്, അതുകൊണ്ട് തരാമോ എന്ന് ചോദിക്കും. കുട്ടികൾ നോക്കിയപ്പോൾ വിറ്റേ പറ്റൂ. 2 അണ അവർ സമ്മതിച്ചു. അതിനുശേഷം കഥാകാരൻ നമ്മുടെ കണ്ണാടിയകത്ത് പോയിട്ട് 2 അണ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികൾ ചെരുപ്പും കൊടുത്തിട്ട് മടങ്ങുമ്പോൾ അയാൾ കോമഡിയായിട്ട് നമ്മുടെ കഥാകാരനോട് പറയുകയാണ്, അവരെ ഞാൻ പറ്റിച്ചേ, അതിലൊരെണ്ണം കള്ളയണയാന്ന് പറഞ്ഞു. കണ്ടോ, ആ കുട്ടികളെ പറ്റിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ധനികൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഈ ഇന്നത്തെ ചോദ്യം, സ്വർണ്ണ കണ്ണടക്കാരൻ മെതിയടി വിളിക്കുന്ന കുട്ടികളെ പറ്റിച്ചത് എങ്ങനെ? ഇത് നടക്കുന്ന സംഭവം കണ്ണാടിയുടെ വീട്ടിൽ വെച്ചാണ്. മറ്റേത് കഥാനായകൻ്റെ വീട്ടിൽ നേരിട്ട് വന്നത്. ലാസ്റ്റ് വൺ, അപകടം പിടിച്ച ഭയങ്കരമായൊരു നിമിഷമായിരുന്നു അത് എന്ന് പറഞ്ഞൊരു സീനുണ്ട്. ഇതേ സന്ദർഭത്തിൽ മമ്മൂട്ടിയെ പോലെ ഒരുങ്ങി അവിടെ ചെത്തിയിരിക്കുന്ന സമയത്ത് പിന്നെ
നാട്ടിൽ വെള്ളപ്പൊക്കമാണ്, വീടെല്ലാം ഒഴുകിപ്പോയി, നശിച്ചു പോയി. സഹായം തേടിയൊരു സ്ത്രീ വരുന്നുണ്ട്. സുഗന്ധവാഹിയായ ഒരു സ്ത്രീ അവിടെ വന്ന്, കാഴ്ചയ്ക്ക് നല്ല സുന്ദരിയായ, ഒരു ഭാഗത്ത് ഇയാളുടെ പട്ടിണി, മറുഭാഗത്താണ് ഈ സ്ത്രീയുടെ വരവ്. അപ്പം 2 മണി, ബിഷപ്പ് അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കെ കിടക്കെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധവാഹിയായ ഒരു സ്ത്രീ വാതുക്കൽ വന്നു. വെള്ളപ്പൊക്കം കൊണ്ട് നാടും വീടും നശിച്ചു പോയ അവർക്കൊരു സഹായം വേണം. അതാണ് വിഷയം. അപ്പോൾ ഒന്നത് പട്ടിണിയാണ് ഒരു വശത്ത്, നല്ല സുന്ദരം പട്ടിണിയായിട്ട് കിടക്കുന്ന ആളാണ്. അപ്പോൾ അവർ മാറിടം കട്ടിളപ്പടിയിൽ ചേർത്ത് വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയസ്പന്ദനം എനിക്ക് തന്നെ കേൾക്കാമെന്നായി. രണ്ടാമത് അപകടം പിടിച്ച ഒരു ഭയങ്കര നിമിഷം. ഇത്തരം സന്ദർഭത്തിൽ ആരായാലും ഒന്ന് ബിഷപ്പ്, മറ്റേത് കാമം. അപ്പോൾ ആ പെൺകുട്ടിയുടെ വശ്യമായ നിൽപ്പും രീതിയും കണ്ടപ്പോൾ ബിഷപ്പ് ഒരു ഭാഗത്ത് ഉള്ളിൽ കിടന്ന് കാറി നിലവിളിക്കുമ്പോഴാണ് അയാളുടെ ചിന്താഗതി തന്നെ വഴി തെറ്റിക്കുമാറും ഒരു സ്ത്രീയുടെ വശ്യമായ ചോദ്യം. ഇത് അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചു കണ്ണുകൾ സന്ദർഭം. ലാസ്റ്റ് വൺ, ദോശ. നമ്മുടെ ബാങ്കുകാർക്ക് കൃഷ്ണപിള്ളയുടെ വേലക്കാരൻ പയ്യൻ കൊടുത്ത പണം കൊണ്ട് ദോശയൊക്കെ വാങ്ങിച്ചു തന്നപ്പം ആ ദോശ പൊതിഞ്ഞ പത്രത്തിലൊരു ചിത്രമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പത്രത്തിലെ ചിത്രം എന്ന് പറഞ്ഞാൽ അമ്പരചുംബിയായ കൂറ്റൻ മണിമാളികകൾ നിറഞ്ഞ ഒരു മഹാനഗരം. അവിടെ ചങ്ങലകൾ കൊണ്ട് കെട്ടി ഒരു മനുഷ്യനെ, ഭൂമിയോട് ചേർത്തൊരു മനുഷ്യനെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അപ്പം അമ്പരചുംബികൾ നിറഞ്ഞൊരു മഹാനഗരം, അവിടെ ഒരു മനുഷ്യനെ ചങ്ങല കൊണ്ട് കെട്ടി ഭൂമിയോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. എന്തിനാ? കഴുകനും പരുന്തുമൊക്കെ വന്ന് പറിച്ച് കൊത്തിക്കീറി ജീവനോടെ കൊത്തിത്തീരണം. അപ്പോൾ ഇയാൾ ഭരണ അധികാരികൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പം മാതൃകാപരമായി ശിക്ഷിച്ചാൽ ഇയാളെ ഫോളോ ചെയ്യാൻ പിന്നെ ആരും വരില്ല. അതുകൊണ്ട് ക്രൂരമായ ഒരു ശിക്ഷ നൽകിയതായിട്ട് കൂട്ടാം. എന്നിട്ടോ ആ സമയത്ത് അയാൾ അതൊന്നും വകവയ്ക്കാതെ, അയാൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അയാളുടെ മരണത്തിലേക്ക്, അല്ല, ജീവനോടെ കൊല്ലാനിട്ടിരിക്കുന്ന അയാൾ ആ സമയത്ത് ആകാശത്തിലേക്ക് നോക്കി, വിദൂരതയിൽ ചക്രവാളത്തിലേക്ക് നോക്കി, ഒന്നും സംഭവിക്കാത്ത ഒരളവിൽ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണത്. അയാളുടെ കാൽച്ചുവട്ടിൽ ഒരു പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. അതിലെല്ലാ മനുഷ്യൻ്റെയും ചരിത്രം എഴുതിയിരിക്കുന്നു. അപ്പോൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിതനാണെങ്കിലും അവൻ സമയകാലങ്ങളെ പിന്നിട്ട് വലിയ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, വ്യക്തിയെ കൊന്ന് പരിഹാരം തേടുന്നവരാണ് ഭരണാധികാരികൾ. എന്നാൽ വ്യക്തിയെ കൊല്ലാം, അവരുടെ ആശയത്തെ കൊല്ലാൻ പറ്റില്ലെന്ന് ഈ ചിത്രം സൂചിപ്പിക്കും. വ്യക്തിയെ കൊല്ലാം, ആശയങ്ങളെ നശിപ്പിക്കാനാവില്ല. ജന്മദിനത്തിന് ഇത്രയും മതി. ഇതൊന്നുകൂടെ ആവർത്തിച്ച് കേട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ എഴുതിക്കോ. എല്ലാവർക്കും സുപ്രഭാതം തന്നെ നേരുന്നു. ഓക്കെ.